ഇന്നത്തെ യോഗം സപ്തസാരം കഷായം. നേരെ യോഗത്തിലേക്ക് കടക്കാം. വർഷാഭൂ വില്വ ഖല്വ ഉരൂപു സഹചര ശുണ്ഠി അഗ്നിമന്ധൈ കഷായഃ പാദവ്യഃ സപ്തസാരോ ഗുള കണ പടു ഹിംഗു ആജ്യയുക്തേർ യഥാർഹം വിഡ്ബന്ധം വന്യമാദ്യം രുചമതിമഹതിം യോനി ഹൃത് കുക്ഷി പൃഷ്ടം ശ്രോണീദേശേഷു സദ്യഃ ശമയതി ജഠരാശ്ലീല ഗുൽമം ച പ്രീഹാം. ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യത്തേത് വർഷാഭൂ. വർഷാഭൂ മീൻസ് മഴയിൽ നിന്ന് ഭൂതമാകുന്നത്, അതായത് മഴക്കാലത്ത് ധാരാളം ഉണ്ടാകുന്നത്. തഴുതാമയാണ് വൊയ്റേവിയ ഡിഫ്യൂസ. വില്വ പൂവളം, ഏഗിൾ മാർവലോസ്. ഖൽവം പഴമുതിര, മാക്രോടൈലോമ യൂണിഫ്ലോറം. ഉരൂപു വെളുത്താവണക്ക്, റിസിനസ് കമ്മ്യൂണിസ്. സഹചര നീലക്കുറിഞ്ഞി, ബാർലേറിയ സ്ട്രിക്കോസ. ശുണ്ഠി ചുക്ക്, ജിഞ്ചിബർ ഒഫിഷ്യനേറ്റ്, ഇഞ്ചിയുടെ ഡ്രൈഡ് ഫോം. അഗ്നിമന്ധ മുഞ്ഞ, പ്രംന കോറിമ്പോസ. പിന്നെ യോഗത്തിൽ പറയുന്ന അടുത്തത് അനുപാനമാണ്. അതേതൊക്കെയാണെന്ന് നോക്കാം. 5 അനുപാനങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് ഗുളം ശർക്കര, സെക്കൻഡ് വൺ കണം തിപ്പലി, 3 പടു ഹിന്ദുപ്പ്, ഹിംഗു കായം, ആജ്യം നെയ്യ്. അങ്ങനെ 5 അനുപാനങ്ങളാണ് പറയുന്നത്. ഇത് 5ഉം ചേർത്ത് കൊടുക്കണം എന്നല്ല അർത്ഥം. അതായത് യോഗത്തിൽ പറയുന്നുണ്ട് അനുപാനങ്ങളായി പറയുന്നവ ഇവയെല്ലാം യുക്തേർ യഥാർഹം, യുക്തിക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കണം. അതായത് ഇപ്പോൾ ഫലശ്രുതിയിൽ പറയുന്ന വിഡ്ബന്ധം, അതായത് നമുക്ക് കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ കഷായം ഗുഡമോ ആജ്യമോ ചേർത്ത് കൊടുക്കാം. അഗ്നിമാന്ദ്യത്തിൽ കണ ഓർ പടു ഓർ ഹിംഗു ചേർത്ത് കൊടുക്കാം. രക്തകുലുമൊക്കെ ഉള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ ഈ ആഫ്റ്റർ ഡെലിവറി കേസുകളിലൊക്കെ നമ്മൾ ശർക്കര ധാരാളം കഴിക്കാൻ പറയും. എന്തിനാ? വയറ്റിൽ അശുദ്ധമായി കിടക്കുന്ന രക്തം കംപ്ലീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയാണ് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ശർക്കര നമ്മൾ ഈ സപ്തസാരം കഷായത്തിൽ ചേർത്ത് കൊടുത്താൽ രക്തകുൽമം പോലെയുള്ള കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് അർഹിക്കുന്നതിനനുസരിച്ച്, പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവരോട് അനുപാനം ചേർത്ത് കഴിക്കാനായിട്ട് പറയുക. ഇനി അടുത്ത ഫലശ്രുതി നോക്കാം. വിഡ്ബന്ധം വഗ്നിമാന്ദ്യം രുചമതിമഹതിം യോനീം ഹൃത് കുക്ഷി പീഠ പൃഷ്ട ശ്രോണീദേശേഷു സദ്യഃ ശമയതി ജഠര അഷ്ടീല ഗുൽമം ച പ്ലീഹാം. അതായത് വിഡ്ബന്ധം കോൺസ്റ്റിപ്പേഷൻ, അഗ്നിമാന്ദ്യം അതായത് അഗ്നി മന്ദീഭവിച്ചിരിക്കുന്ന കണ്ടീഷൻ, രുചമതിമഹതിയും യോനിയും ഹൃത് കുക്ഷി പൃഷ്ട ശ്രോണീദേശേഷു. അതായത് ഈ ഏരിയകളിലൊക്കെ യോനി, ഹൃദ്, കുക്ഷി, പൃഷ്ടം, ശ്രോണി, ഈ ദേശങ്ങളിലും ഈ സൈറ്റുകളിലൊക്കെയുള്ള രുചമതിമഹതിയും എത്ര വലിയ വേദനയാട്ടെ അത് സദ്യഃ ശമയതി, പെട്ടെന്ന് തന്നെ ശമിപ്പിക്കാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്മെനോറിയ കണ്ടീഷനിലൊക്കെ സപ്തസാരം കൊടുക്കുന്നത്. ഈ ഒരു ഏരിയകളിലൊക്കെയാണ് നമുക്ക് ഡിസ്മെനോറിയ കണ്ടീഷനിൽ പെയിൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷനിലൊക്കെ നമുക്ക് സപ്തസാരം കഷായം കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ജഠരം, ഉദരം ഉള്ള കണ്ടീഷനിൽ, അതുപോലെ അഷ്ടീല, ഗുൽമം ഏതാ ഉദ്ദേശിക്കുന്നത്? രക്തഗുൽമം, അമനോറിയ കണ്ടീഷനിലൊക്കെ കുറേ നാളായിട്ട് പീരീഡ്സ് ആവാതിരിക്കുന്ന കണ്ടീഷനിലൊക്കെ നമുക്കിത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ പീരീഡായി അശുദ്ധമായിട്ടുള്ള ബ്ലഡിനെ നമുക്ക് പുറന്തള്ളാൻ പറ്റും. ഗുൽമം വെച്ച് പ്ലീഹാം, സ്പ്ലീനോമെഗാലി ആയിട്ടുള്ള കണ്ടീഷനിലൊക്കെ നമുക്ക് ഈ സപ്തസാരം കഷായം കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതാണ് സപ്തസാരം കഷായം.